നമുക്ക് ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഇന്ദിരാമ്മ മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ നന്ദിത പുറകെ വരുക. അങ്ങനെ നന്ദിത വന്നിട്ട് ചോദിച്ചു, അമ്മേ ഞാൻ ഈ പ്രസാദം എടുത്ത് തൊട്ടോട്ടെ. അങ്ങനെ ഇന്ദിരാമ്മ അതും കൂടെ കൊടുത്തു. നന്ദിത അതിൽ നിന്ന് കുറച്ച് ചന്ദനം എടുത്ത് നെറ്റിയെ തൊടുവാണ്. ആ സമയം ഇന്ദിരാമ്മ ചോദിച്ചു, അല്ല താഴെ എന്തായിരുന്നു? ആനന്ദനും അച്യുതനും തമ്മിലൊരു തർക്കം. തർക്കമോ? അവര് തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലമ്മേ. അതെ, ഈ പ്രസാദം നെറ്റിയെ തൊട്ടിട്ട് എന്നോട് കള്ളത്തരം പറയാൻ നിൽക്കരുത് നന്ദിതേ. അല്ല അത് പിന്നെ അമ്മേ, അതെ, പൂർണ്ണ മനസ്സുണ്ടെ മാത്രം പറഞ്ഞാൽ മതി. ഞാൻ പറയാമേ, പറയാതിരുന്നോണ്ട് കാര്യമൊന്നുമില്ലല്ലോ. അമ്മയ്ക്കറിയാലോ, കൃഷ്ണമംഗലം ഗോമതിയുടെ പേരിലല്ലേ എഴുതി വെച്ചിരിക്കുന്നേ. അപ്പൊ അത് അലോകിന്റെ പേരിലാക്കാൻ ചില നീക്കങ്ങളൊക്കെ നടത്തിയായിരുന്നല്ലോ. അപ്പൊ അവർക്ക് എങ്ങനെയെങ്കിലും അത് അലോകിന്റെ ആക്കണമെന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് അനുശ്രീയെ കരുവാക്കാനായിട്ടാ തീരുമാനിച്ചിരിക്കുന്നത്. അനുശ്രീയെയോ? അതെ, അനുശ്രീയെ തട്ടിക്കൊണ്ടു പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക അച്യുതനും അലോകും ഒക്കെ. നീ എന്താ മോളെ ഈ പറയണേ? സത്യമേ, അനുശ്രീയെ അപകടപ്പെടുത്തിയിട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ അവർ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഗോമതി സ്റ്റോഴ്സ് ബാലിനെ ഗോമതിയൊക്കെ പരിധിയിലാക്കി ആ കൃഷ്ണമംഗലം അവരുടെ പേരിലേക്ക് മാറ്റാൻ അവരുടെ തീരുമാനം. അത് കേട്ടപ്പോ ഇന്ദിരാമ്മ പറഞ്ഞു, എന്റെ ദൈവമേ, ഇത്ര ദുഷ്ടന്മാരായിരുന്നു അവര്. ഇത് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ച കാര്യമില്ല. അമ്മ വിഷമിക്കൊന്നും വേണ്ട. ഈ കാര്യം ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ അനന്തേട്ടനോട് പറഞ്ഞു. അനന്തേട്ടൻ പോയി അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരതിന് മുതിരില്ലായിരിക്കും. എന്നാലും ദൈവമേ, സ്വന്തം ചോരയാന്ന് പോലും കണക്കാക്കാതെയല്ലോ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നേ. അമ്മ വിഷമിക്കണ്ട, അമ്മ ടെൻഷൻ അടിക്കണ്ട. നിനക്കിതൊക്കെ പറയാം. എന്റെ കൊച്ചുമോൾ അനുസരി അവൾക്കൊരാപത്ത് വന്ന പിന്നെ എനിക്ക് അത് കണ്ടുകൊണ്ട് വെറുതെ ഇരിക്കാൻ പറ്റുമോ? അമ്മേ, അതാ പറഞ്ഞത്. അനന്തേട്ടൻ അത് ഞാനും അതൊക്കെ കൈകാര്യം ചെയ്തോളാം. അവൾക്കൊരാപത്തും വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. ഇപ്പൊ കൃഷ്ണമംഗലം അല്ലേ പ്രശ്നം. കൃഷ്ണമംഗലം ഗോമതിയുടെ പേർക്ക് കിടക്കുന്നു. അതല്ലേ വലിയ പ്രശ്നമാക്കി എടുത്തിരിക്കുന്നേ. നോക്കാം. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ചില കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സ് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ ഇനി നടക്കാൻ പാടുള്ളൂ. അതും പറഞ്ഞിട്ട് ഇന്ദിരാമ്മ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. നന്ദിതയ്ക്ക് ഒന്നും മനസ്സിലായില്ല ഇന്ദിരാമ്മ എന്താ ഉദ്ദേശിച്ചെന്ന്. അതേ സമയത്ത് മീനാക്ഷി ഓഫീസിലായിരുന്നു. അപ്പോഴേക്കും പ്യൂൺ വർഗീസ് അങ്ങോട്ട് വന്നു. വർഗീസ് വന്നിട്ട് പറഞ്ഞു, അതെ രവീന്ദ്ര സാർ വന്നിട്ടുണ്ട്. മീനാക്ഷിയോട് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു. അച്ഛൻ വന്നോ? എപ്പോഴാ? കുറച്ച് സമയമായി. അതെ, പിന്നെ ഒരു കാര്യമുണ്ട്. രവീന്ദ്ര സാറിന്റെ ആ ഫയലും കൂടെ അങ്ങ് എടുത്തോളാൻ പറഞ്ഞു. അപ്പോഴേക്കും മീനാക്ഷി ഫയലെടുത്ത് കയ്യില്. ആ സമയം വർഗീസ് പറഞ്ഞു, എന്തിനാ മീനാക്ഷി മാഡം ആ സാറിനെ ഇട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ? ഒന്നുമല്ലേലും ഒരു തഹസിൽദാരല്ലായിരുന്നു, അദ്ദേഹത്തെ ഇങ്ങനെ കഷ്ടപ്പെടുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ആ ഫയൽ അങ്ങോട്ട് ഒപ്പിട്ട് കൊടുത്ത തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഇത് കേട്ടതും മീനാക്ഷിക്ക് ദേഷ്യം വന്നു. ഇപ്പൊ വർഗീസ് സാറിന് ഇത്ര ഇതൊക്കെ ഉണ്ടായിരുന്നോ? ഇവിടെ എത്രയോ പാവം പിടിച്ചവര് വന്നിരിക്കുന്നു. അപ്പോഴൊന്നും ഈ ചൂട് ശുഷ്കാന്തി ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ പെട്ടെന്ന് എന്താ ഇങ്ങനെ? അതെ, ഈ ഓഫീസിലെല്ലാം ഒരേപോലെ തന്നെ നടക്കുള്ളൂ. അല്ലാതെ വലിയ വലിയ ആൾക്കാർ വരുമ്പോൾ പെട്ടെന്ന് ഒപ്പിട്ട് കൊടുക്കുക, സാധാരണക്കാർ വരുമ്പം താമസിപ്പിക്കുക, അതൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. ഞാൻ എല്ലാവരെയും ഒരേപോലെയാ കാണുന്നേ. പാവങ്ങളെയും പണക്കാരെയും എല്ലാവരും ഒരേപോലെ കാണുന്നേ. എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റത്തുള്ളൂ. അന്നൊന്നും ഇല്ലാത്ത ഇത്ര ചൂടും ഇതൊന്നും രവീന്ദ്രൻ സാറിന്റെ കാര്യത്തിലാണെങ്കിലും വർഗീസിന് വേണ്ട. പറഞ്ഞു കേട്ടല്ലോ. അതും പറഞ്ഞിട്ട് ഫയലുമായിട്ട് നേരെ മീനാക്ഷി വീണ മാഡത്തിന്റെ ക്യാബിനിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ വീണ മാഡം പറഞ്ഞു, അതെ ഞാൻ വിളിപ്പിച്ചൊരു കാര്യം പറയാനായിട്ടാ. അപ്പോഴേക്കും മീനാക്ഷി രവീന്ദ്രനോട് ചോദിച്ചു, അല്ല അച്ഛൻ കുറെ സമയമായി വന്നിട്ട്, ഞങ്ങൾ ഇത്തിരി സമയമായി, എന്നിട്ട് എന്താ എന്റെ ക്യാമ്പിലേക്ക് വരായിരുന്നേ? അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, വന്നിട്ട് എന്താ വരാ, അവിടെ വന്നിട്ട് ഒരു കാര്യവും നടക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞങ്ങള് വീണ മാഡത്തിന്റെ അടുത്ത് കയറിയത്. ആ സമയം വീണ മാഡം പറഞ്ഞു, മീനാക്ഷിക്ക് അറിയാലോ, രവീന്ദ്ര സാർ ഇവിടെ ജോലി ചെയ്തിരുന്ന ആളാ. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ വേണ്ടപ്പെട്ട ആളാ. സാറിന്റെ ആ ഫയല് അതങ്ങോട്ട് സൈൻ ചെയ്ത് കൊടുത്ത പ്രശ്നങ്ങളൊക്കെ തീരുമാനമോ? മീനാക്ഷി പറഞ്ഞു, അതങ്ങനെ പെട്ടെന്ന് സൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഫയലല്ല മാഡം. മാഡത്തിന് അറിയാലോ, ഓരോന്നിനും അതിന്റെ നിയമവശങ്ങളൊക്കെ ഉണ്ട്. അതനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോവുള്ളൂ. അത് കേട്ടപ്പോ ആകാശ് പറഞ്ഞു, നീ വലിയ നിയമവും കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല. വീണ മാഡം എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. അത് പറഞ്ഞാൽ എങ്ങനെ ആകാശ് ശരിയാന്നേ? എന്റെ സെക്ഷനിന്ന് ഫയല് പോണ്ടേ? ഞാൻ നോ ഒബ്ജക്ഷൻ കൊടുക്കണ്ടേ? അതങ്ങനെ കൊടുക്കാൻ പറ്റണമെങ്കിൽ അതിന് അതിൻ്റെതായ കുറെ നിയമവശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നിയമം വിട്ട് ഇന്നുവരെ കളിച്ചിട്ടില്ല. അത് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. എല്ലാ പേപ്പേഴ്സും റെഡി ആയിക്കൊണ്ട് വരുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ. ആ സമയം രവീന്ദ്രൻ പറഞ്ഞു, മോളെ നീ ഇങ്ങനെ വാശി പിടിക്കരുത്. നീ ഒന്നും മനസ്സ് വെച്ചാൽ സാധിക്കാവുന്ന കാര്യമുള്ളൂ. അച്ഛാ, മനസ്സ് വെച്ചാൽ സാധിക്കാവുന്ന കാര്യമുള്ളൂന്ന് അച്ഛൻ പറയണോ? അച്ഛനൊന്നുമല്ലേ ഇവിടെ തഹസിൽദാരായിട്ട് ഇരുന്നല്ലേ? നിയമത്തിന്റെ കാര്യങ്ങളൊക്കെ അച്ഛനും അറിയാവുന്നല്ലേ? ഞാൻ നേരെ വാ എന്നുള്ള പ്രകൃതിക്കാരിയാ. അത് വിട്ട് ഞാൻ ഒന്നും ചെയ്യില്ല.
അങ്ങനെ ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ല. അപ്പോഴേക്കും ആകാശ് ചോദിച്ചു, ചെറിയൊരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്തുകൂടെ? ചെറിയ വിട്ടുവീഴ്ചയൊക്കെ ആകാം, അതും ചെറുത് മാത്രം. പക്ഷെ വലിയ വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ ഒരിക്കലും തയ്യാറാവില്ല. ഉം. ഇതിന്റെ ബാക്കി പേപ്പേഴ്സ് എല്ലാം കൃത്യമായിട്ട് കൊണ്ടുവരുവാണെങ്കിൽ ഞാൻ എന്തായാലും ആ ലൈസൻസിന് വേണ്ടിയിട്ട് സൈൻ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും തരില്ല. ആ സമയത്ത് വീണ മാഡം പറഞ്ഞു, മീനാക്ഷി, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. ഒരു കോംപ്രമൈസ് അതിന് വേണ്ടിയിട്ട് ഞാൻ മീനാക്ഷി ഇങ്ങോട്ട് വിളിപ്പിച്ചേ. മാഡത്തിന് അറിയാലോ ഞാൻ നിയമം വിട്ട് കളിക്കില്ല എന്ന്. അതുകൊണ്ട് ഇപ്പൊ അച്ഛനാണെങ്കിലും ശരി, ഭർത്താവാണെങ്കിലും ശരി, ആർക്ക് വേണ്ടി ഞാൻ അങ്ങനെ ഫേവറൊന്നും ചെയ്യില്ല. എൻ്റെ മുന്നിൽ എല്ലാവരും ഒരേപോലെ തന്നെയാ. ഞാൻ ഈ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ടും അല്ലാതെ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയാലും മാഡത്തിന് അത് മനസ്സിലാവും. പിന്നെ മാഡത്തിന് അറിയാം മീനാക്ഷി അങ്ങനെ ചെയ്യത്തുള്ളൂ. നിയമം വിട്ട് ഒരു കളിക്കും മീനാക്ഷി തയ്യാറാവില്ല. അപ്പോഴേക്കും വീണ മാഡം പറഞ്ഞു, നമ്മളങ്ങനെ നിയമം നോക്കിക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇച്ചിരിയൊക്കെ വിട്ടുവീഴ്ച ചെയ്താൽ മാത്രമേ നടക്കത്തുള്ളൂ. മാഡം, ഞാൻ പറഞ്ഞല്ലോ, ഇത്രയൊക്കെ വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് എനിക്ക് സമ്മതമാണ്. പക്ഷെ മൊത്തം അങ്ങനെ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ്. മാഡത്തിന് തന്നെ അറിയാലോ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ, നമ്മുടെ മനസ്സിന് തൃപ്തി ഉണ്ടാവണമെങ്കിൽ അതിന്റെ കുറച്ചെങ്കിലും കാര്യങ്ങളൊക്കെ ശരിയായിരിക്കണ്ടേ. ഇതൊന്നുമില്ലാത്തൊരവസ്ഥയിൽ ഞാൻ എങ്ങനെ സൈൻ ചെയ്ത് കൊടുക്കും? അപ്പോഴേക്കും ദേഷ്യം വന്ന ആകാശിന്. ആകാശ് പറഞ്ഞു, ഓ, നിന്റെ ഒരു സൈന്, നീ ഒന്ന് സൈൻ ചെയ്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതെ, എൻ്റെ ഒരു സൈൻ്റെ വില ആകാശിന് മനസ്സിലാകത്തോണ്ടാ. അതിന്റെ മൂല്യം എന്താന്ന് എനിക്കറിയാം അതിന്റെ വില എന്താന്ന്. ആ സമയം ആകാശ് പറഞ്ഞു, ഓ, നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമാ? നിന്റെ അച്ഛൻ വരെ വന്ന് പറഞ്ഞിട്ടും നിനക്ക് അത്തേലൊന്ന് സൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ? നിന്റെ അച്ഛൻ ഇവിടെ ജോലി ചെയ്താന്നുള്ള കാര്യം അറിയാലോ. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു, വേണ്ട ആകാശേ, നിങ്ങൾ തമ്മിലൊരു വഴക്ക് വേണ്ട. അല്ലച്ചാ, ഇവളുടെ അഹങ്കാരം കണ്ടോ? ഇവൾക്ക് ഇങ്ങനെ അഹങ്കാരം എടുക്കാൻ പാടുള്ളതാണോ? ഇവൾ എന്തിനാ ഇത്ര അഹങ്കാരം കാണിക്കുന്നേ? ഇവൾക്ക് ആ ഫയൽ ഒന്ന് സൈൻ ചെയ്ത് തന്നാൽ എന്താ കുഴപ്പമിരിക്കുന്നേ? ബാക്കിയെല്ലാം മീടാമാടം നോക്കിക്കോളൂ എന്ന് പറഞ്ഞല്ലോ. മീനാക്ഷി പറഞ്ഞു, എന്നെ അതിന് കിട്ടത്തില്ല. അതിന് ആകാശം മെനക്കെടവും വേണ്ട. ഇനി ഇതിന്റെ പേരിൽ എനിക്ക് സസ്പെൻഷൻ കിട്ടിയാലും കുഴപ്പമില്ല. ഞാൻ ഈ ഫയൽ സൈൻ ചെയ്യാൻ പോകുന്നില്ല. അതിന്റെ പേപ്പറുകളൊക്കെ കൃത്യമാകും ഞാൻ ചെയ്യത്തില്ല. അപ്പോഴേക്കും വീണാമ്മടം പറഞ്ഞു, ഇനിയിപ്പോൾ ഇവിടെ കിടന്നൊരു പ്രശ്നം വേണ്ട. ഇതേ മറ്റ് സ്റ്റാഫുകളൊക്കെ നോക്കുന്നത് കണ്ടോ? ഒരു കാര്യം രവീന്ദ്രൻ സാറ് പോയിട്ട് പിന്നെ വാ, നമുക്ക് നോക്കാം എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന്. അങ്ങനെ അവരെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു. അതിനുശേഷം വൈകുന്നേരമായി. ബാലനും എല്ലാവരും വീട്ടിലേക്ക് വന്നു. അപ്പോഴേക്കും ശ്രീദേവി ഓർത്തു, ജോലിയുടെ കാര്യം സംസാരിച്ചാലോ? പറ്റിയ സമയം. ഇനിയിപ്പോൾ സംസാരിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാ സംസാരിക്കുന്നേ എന്നൊക്കെ ഓർത്തോണ്ട് എന്ത് ചെയ്യുവാണ്, എല്ലാവരും കഴിക്കാനിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ചെന്നു ശ്രീദേവി. അങ്ങനെ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ആ സമയം അനുശ്രീ ഫോണിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കോമതി പറഞ്ഞു, ഈ കഴിക്കണ സമയത്തെങ്കിലും ആ കുന്ത്രാണ്ട ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടിരുന്ന് കഴിച്ചുകൂടെ? എൻ്റെ അമ്മേ, ഞാൻ വേറൊന്നും നോക്കിയതല്ല. അതെ, ഒരു ആർട്ടിക്കിൾ നോക്കിയതാ. ആർട്ടിക്കിളോ? അത് ഈ കംഫർട്ട് സോണിനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ നോക്കിയതാ. അപ്പോഴേക്കും കോമതി പറഞ്ഞു, ഓ, നീയൊക്കെ വലിയ ഇംഗ്ലീഷുകാരി, എനിക്കതൊന്നും മനസ്സിലാകത്തില്ല ഈ കംഫർട്ട് സോൺ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, അമ്മേ, അത് വേറൊന്നുമല്ല. കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയായിരിക്കുന്നോ അവിടെ തന്നെ നമുക്ക് നിൽക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്, അതാണ് നമ്മളൊരു കംഫർട്ട് സോൺ എന്ന് പറയണത്. ആ സമയത്ത് ആകാശ് പറഞ്ഞു, അത് ശരിയാ, നമ്മൾ എവിടെ നിൽക്കുന്നോ അവിടെ നിൽക്കാനായിട്ട്. പക്ഷെ ഇന്നിപ്പം നമ്മൾ കംഫർട്ട് സോൺ പേരിച്ചിട്ടോ കാര്യമുള്ളൂ. എപ്പോഴും ഒരിടത്ത് തന്നെ നമ്മൾ പിടിച്ചു നിന്നിട്ട് കാര്യമില്ല. നമ്മൾ ഇച്ചിരിയൊക്കെ മാറി ചിന്തിക്കണം, എന്നാലേ നമുക്കൊരു പുരോഗമനം ഉണ്ടാവുള്ളൂ. ഇത് കേട്ടപ്പോൾ ബാലൻ ആകാശിനെ ഒന്ന് നോക്കി. ബാലൻ പറഞ്ഞു, നമ്മൾ എവിടെ നിന്നാലും കുഴപ്പമില്ല. പക്ഷേ എങ്കിൽ ഒരു കാര്യമുണ്ട്, നമ്മുടെ സ്വന്തം അധ്വാനം കൊണ്ടാ നിൽക്കുന്നെങ്കിൽ നമുക്ക് ഏത് സോണും നമുക്ക് കുഴപ്പമില്ല. മറ്റുള്ളവരുടെ ഇതിൽ പോകുമ്പോഴാണ് നമുക്ക് എല്ലാ കംഫർട്ട് സോണും പ്രശ്നമാകുന്നത് എന്ന് ബാലനും പറയാണ്. അപ്പോഴേക്കും ധർമ്മൻ ഇങ്ങനെ ആലോചിച്ചു. ധർമ്മൻ പറഞ്ഞു, ഓ, അപ്പൊ ഞാൻ കുറെ കാലമായില്ലേ ഒരു കംഫർട്ട് സോണിൽ തന്നെ നിൽക്കുന്നേ, അപ്പൊ അവിടുന്ന് മാറണമല്ലേ? ഇത് കേട്ടതും പറഞ്ഞു, എന്താടാ നിനക്ക് ഈ ഗോമതി സ്റ്റോഴ്സും അടുത്തോ എന്ന് ചോദിച്ചു. അയ്യോ, ഞാനതൊന്നും ഉദ്ദേശിച്ചില്ല അളിയ. അല്ല, എവിടെ ചേച്ചി ആ സാമ്പാർ എവിടെയാ എന്ന് ചോദിച്ചു. അല്ല, സാമ്പാർ ആ ടേബിളിൽ ഇരിപ്പുണ്ട്. ഓ, ഈ അവിയലിന്റെ തോരന്റെ ഇടയ്ക്കുള്ള കംഫർട്ട് സോണിൽ കയറി ഇരിക്കുവായിരുന്നു സാമ്പാർ. ഇവിടെ വാടാ സാമ്പാർ എന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മൻ ആ സാമ്പാർ എടുക്കുക. അപ്പോഴേക്കും ബാക്കി എല്ലാവരും കൂടെ ചിരിച്ചു. ഈ സമയത്ത് ശ്രീദേവി എടുത്ത് പറഞ്ഞാലോ കാര്യങ്ങളൊക്കെ. ശ്രീദേവി പറഞ്ഞു, അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട് ഒരു കംഫർട്ട് സോൺ പേരിക്കുന്നതിനെ കുറിച്ച്. അതെന്താ? ഇപ്പം അത് പിന്നെ എനിക്കൊരു പുതിയ ജോലി ഓഫർ വന്നിട്ടുണ്ട്. ജോലി ഓഫറോ? അതെ, ഒരു പുതിയ ജോലി വന്നിട്ടുണ്ട്. അത് കേട്ടപ്പോൾ എല്ലാവരും കൂടെ ശ്രീദേവി ഇങ്ങനെ നോക്കുവാണ്. ശ്രീദേവി പറഞ്ഞു, ബാലച്ച, അത് എനിക്ക് ഒരു പുതിയ കമ്പനി ജോലി കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് ചാടിക്കയറി ആരും ചോദിച്ചു, അല്ല, എന്ത് കമ്പനിയിലാ?
ഒരു ഐ ടി കമ്പനിയില. ആഹാ കൊള്ളാലോ. എല്ലാവർക്കും സന്തോഷമായി. അല്ല, ബാലച്ചനോട് ഞാൻ പറയാണെന്ന് കരുതി ഇരിക്കുമായിരുന്നു. നല്ല കമ്പനി അച്ഛ, അതുകൊണ്ട് അവിടെ ജോലിക്ക് പോയി കൊള്ളായിരുന്നു. ഇത് കേട്ടപ്പോൾ ബാലനൊന്ന് ആലോചിച്ചു. ബാലൻ പറഞ്ഞു, അല്ല മോളെ, അപ്പം നീ സ്കൂളിലെ ജോലി വേണ്ടെന്ന് വെക്കാൻ ബാലച്ച. ഇത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു, അത് ശരിയാകത്തില്ല. ആ മാനേജറോടൊക്കെ എന്ത് പറയും? സർട്ടിഫിക്കറ്റ് പോലും വാങ്ങാൻ നിനക്ക് ജോലി തന്നാ അപ്പൊ പിന്നെ അവിടെ എന്താ കുഴപ്പം? സ്കൂളിലെ ജോലി നല്ല ജോലിയല്ലേ? നാലാള് കേട്ടാലും നല്ലൊരു കാര്യം തന്നെയാ. അത് കേട്ടപ്പോൾ ശ്രീദേവിക്ക് വല്ലാതെയായി. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. പക്ഷെ അച്ഛനാണ് സമ്മതിക്കുന്ന മട്ടുമില്ല. എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചേ മതിയാവുള്ളൂ. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഐ ടി കമ്പനി ജോലി ശരിയായതാണോ? ശരിയായതാ. എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അപ്പൊ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സ്കൂളിൽ ജോലി കിട്ടിയ കാര്യങ്ങളൊക്കെ. അങ്ങനെ അവൾ അവിടെ ജോലി ചെയ്യുന്ന, ആ കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. അപ്പൊ അവള് എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി എൻ്റെ ബയോഡേറ്റയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതവിടെ കൊണ്ട് കൊടുത്തു. ഒടുവില് എനിക്കവിടെ ജോലിയായി. ഇത് കേട്ടപ്പം ആകാശ് പറഞ്ഞു, ആഹാ കൊള്ളാലോ. അല്ലെങ്കിലും എപ്പോഴും ഈ ഒരിടത്ത് തന്നെ നിന്നിട്ട് കാര്യമില്ല. ഇച്ചിരി നമ്മൾ മാറി ചിന്തിക്കുന്നത് നല്ലതാ. പിന്നെ സാലറി ഒക്കെ കൂടുതൽ കിട്ടുന്നതാണെങ്കിൽ അതല്ലേ നല്ലത്. ഇത് കേട്ട ബാലന് ആകാശിനെ ഒന്ന് നോക്കി. ബാലന് മനസ്സിലായി ഇവൻ ഇടയ്ക്കിടയ്ക്ക് തന്നെ കുത്തി കുത്തി പറയുന്നതെന്നുള്ള കാര്യം. ആ സമയം ബാലൻ പറഞ്ഞു, മോളെ, നിനക്കൊരു നല്ല ജോലിയായിരുന്നു സ്കൂളിലെ ജോലി. അത് കളഞ്ഞിട്ട് വേണോ ഈ വേറെ ജോലിക്ക് പോകുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, അച്ഛാ, ഐ ടി കമ്പനിയിൽ ജോലി കിട്ടുകയെന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യം തന്നെയാ. മിത്രയും പറഞ്ഞു, അത് ശരിയാ, ഐ ടി കമ്പനിയിലൊക്കെ ജോലി കിട്ടാൻ നല്ല കാര്യമാണ്. സ്കൂളിലേക്കാളും നല്ലതായിരിക്കും, സാലറിയും കൂടുതൽ കാണും. അനുശ്രീ പറഞ്ഞു, എനിക്കൊക്കെ ആണെങ്കിൽ ഞാൻ പിന്നെ ഒന്നും നോക്കൂല, സ്കൂളിലെ ജോലി കളഞ്ഞ് നേരെ ഐ ടി കമ്പനിയിലേക്ക് പോകത്തുള്ളൂ. അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ബാലനിങ്ങനെ ആലോചിച്ചു. ശ്രീദേവിക്കാണ് ടെൻഷൻ. ദൈവമേ, ബാലച്ചൻ എതിരായിട്ട് സംഭവിച്ചിട്ടില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? വല്ലാത്തൊരു ടെൻഷനിലിരിക്കുകയാണ്. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, എല്ലാവരുടെ അഭിപ്രായം അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം ഞാനായിട്ട് തടസ്സമൊന്നും പറയണില്ല. ശ്രീദേവിയുടെ ഇഷ്ടമാണ് എന്താന്ന് വെച്ചാൽ അതങ്ങ് നടത്തിക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നല്ലൊരു കമ്പനി ജോലി കിട്ടാന്ന് പറഞ്ഞാൽ നല്ല കാര്യം തന്നെയല്ലേ? അങ്ങനെയാണ് അത് നടക്കട്ടെ. അപ്പോഴാണ് ശ്രീദേവിക്ക് ശരിക്കും ശ്വാസം നേരെ വീണേ. അങ്ങനെ എല്ലാവരും ആഹാരം കഴിച്ചതിന് ശേഷം ആനന്ദും ആകാശും അവരെല്ലാവരും കൂടെ ഇങ്ങനെ കൂടിയിരിക്കുവാണ്. ആ സമയം ആനന്ദ് പറഞ്ഞു, നീ എന്നോട് പോലും പറഞ്ഞില്ലേ ഇതിനെക്കുറിച്ച്? അല്ല, അത് പിന്നെ ഉണ്ടല്ലോ ആകാശ്, ആനന്ദേട്ടാ, വൈകുന്നേരമാണ് എന്നെ ഇവിടെ വിളിച്ച് എൻ്റെ കൂട്ടുകാരി അത് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആനന്ദേട്ടനോട് പോലും പറയായിരുന്നേ. അല്ല, മുമ്പ് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഈ ഐ ടി കമ്പനി ജോലി സാധ്യതയെക്കുറിച്ചൊക്കെ പറഞ്ഞില്ലായിരുന്നോ? അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇതിനെക്കുറിച്ച് പറഞ്ഞില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ. അത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ആരും ചോദിച്ചു, അല്ല, നല്ല കമ്പനിയൊക്കെ തന്നെയാണല്ലോ അല്ലേ? അതെ, നല്ല കമ്പനി തന്നെയാ, ഒരു കുഴപ്പമൊന്നുമില്ല. ആ സമയത്ത് മീനാക്ഷി ചോദിച്ചു, സാലറി പാക്കേജ് എത്രയാ? സാലറി പാക്കേജോ? അതെന്ത് കുന്താ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. പെട്ടെന്ന് ശ്രീദേവി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്, ഒന്നും മനസ്സിലാതെ. അപ്പോഴേക്ക് ധർമ്മം ചോദിച്ചു, അതെന്താ മീനാക്ഷി അങ്ങനെ ചോദിച്ച? സാലറി പാക്കേജോ? അതെ, വലിയ വലിയ കമ്പനികളിലൊക്കെ നമുക്ക് ഒരു മാസം കിട്ടുന്ന സാലറി എത്രയാണെന്ന് കണക്ക് കൂട്ടും. എന്നിട്ട് അത് ഒരു വർഷമായിട്ട് ഡിവൈഡ് ചെയ്യും. കാരണം ഇപ്പോൾ 3,60,000 രൂപയാണെങ്കിൽ നമ്മുടെ ഒരു മാസത്തെ സാലറി അത് നോക്കിയിട്ട് ഒരു മാസം നമുക്ക് 30,000 രൂപ വെച്ച് കിട്ടും. അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനെ ഗുണിച്ചും ഹരിച്ചും ഒക്കെയാണ് നോക്കിയിട്ടാ കണക്ക് കൂട്ടി തരുന്നത്. അങ്ങനെയാണ് വലിയ വലിയ കമ്പനികളിലൊക്കെ സാലറി നോക്കുന്നത്. അങ്ങനെയാണല്ലേ, ഇപ്പോഴല്ലേ അത് മനസ്സിലായത്. ആ സമയം ശ്രീദേവി ഓർത്തു, ഇതായിരുന്നു സാലറി പാക്കേജ്. എന്റെ ദൈവമേ, ഒന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ലോ. ആകെപ്പാടെ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായി മനസ്സിൽ. അപ്പോഴേക്കും മിത്രയുടെ അടുത്ത ചോദ്യം, അല്ല ശ്രീദേവി അടുത്ത് ക്യാബൊക്കെ ഉണ്ടായിരിക്കോ? ക്യാബോ? ഇനിയിപ്പോ അതെന്ത് കുന്തമാണ് പോലും ക്യാബ്? താനൊന്നും കേട്ടിട്ട് പോലുമില്ല. ആകെപ്പാടെ ടെൻഷനായി പോയല്ലോ. അപ്പോഴേക്കും ധർമ്മം ചോദിച്ചു, അല്ല ക്യാബോ? അതെന്ത് സാധനമാണ് മിത്ര ക്യാബ്? ആര്യം പറഞ്ഞു, അതെ, വേറൊന്നും അല്ല മാമ. ക്യാബ് എന്ന് പറഞ്ഞാല് നമ്മുടെ എല്ലാ കമ്പനികളിലും ചിലപ്പോൾ അവര് നമ്മളെ കൊണ്ടുവരികയൊക്കെ ചെയ്യും. ഈ സ്കൂളിലുള്ള സ്കൂൾ ബസ്സില്ലേ, അതുപോലെയൊക്കെ തന്നെ ഒരു വാഹനം കാണും. അപ്പൊ അതുപോലെ ആയിരിക്കും വലിയ വലിയ കമ്പനികളിലൊക്കെ നല്ല അടിപൊളി വണ്ടിയൊക്കെ ആയിരിക്കും. അവര് നമ്മളെ വന്ന് പിക്ക് ചെയ്തിട്ട് കൊണ്ടുവന്ന് തിരികെ വിടുകയൊക്കെ ചെയ്യും. അതാണോ? അതിനാ പറയുന്നില്ലേ ക്യാബ്? എന്തൊരു പരിഷ്കാരം, നമ്മൾ ഇതൊന്നും കേട്ടിട്ട് പോലും ഇല്ലേ എന്ന് പറയാം. ദൈവം, ഇവിടുന്ന് എങ്ങനെയാലും രക്ഷപ്പെട്ടാൽ മതി. ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അപ്പുറത്തെ ചോദ്യങ്ങളായിരിക്കും വരാൻ പോകുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ വല്ലാത്തൊരു അവസ്ഥ ശ്രീദേവി നിൽക്കുന്നേ. അപ്പോഴേക്കും ആന്റെ മറ്റൊരു ചോദ്യം വന്നു, അല്ല ശ്രീദേവി അടുത്ത് ഈ കമ്പനിയുടെ പേരെന്താ, ഐ ടി കമ്പനിയുടെ പേരെന്താന്ന് ചോദിച്ചു. ദൈവമേ,
പെട്ടുപോയത് തന്നെ. അല്ല അത് പിന്നെ കമ്പനിക്ക് പേരില്ലേ? എല്ലാ കമ്പനിക്കും പേര് കാണുമല്ലോ. നമുക്ക് നോക്കാം നല്ല കമ്പനിയാണോ അല്ലയോ എന്ന്. അപ്പോഴേക്കും ആ, ഇത് കേട്ട മീനാക്ഷി പറഞ്ഞു, അല്ല ഓഫർ ലെറ്ററെ കാണുമല്ലോ അതിന്റെ പേര്. "ഏ, ഓഫർ ലെറ്ററോ? അതെന്ത് കുന്താ പോലും ഈ ഓഫർ ലെറ്റർ. അല്ല മീനാക്ഷി അടുത്തേക്ക് ഓഫർ ലെറ്റർ കിട്ടിയില്ലേ? "ഏ, അല്ല അത് പിന്നെ ഓഫർ ലെറ്റർ ഇത്രയും സമയം മാമൻ എന്തൊക്കെ സംശയമായിരുന്നു. ഈ ഓഫർ ലെറ്റർ എന്ന് കേട്ടിട്ട് മാമൻ ഒരു സംശയമൊന്നും ഇല്ലേ? എന്തെങ്കിലും സംശയം ചോദിക്കും മാമ." അപ്പോഴേക്കും ധർമ്മം ചോദിച്ചു, അല്ല ഓഫർ ലെറ്റർ എന്ന് പറഞ്ഞാൽ അതെ നമുക്ക് അവര് ആ, ഒരു കത്ത് തരും. കത്ത് തരുമ്പോൾ അതിനകത്ത് സാലറി എത്രയായിരിക്കുമെന്നും കാര്യങ്ങളെല്ലാം വിശദമായിട്ട് കാണും. കമ്പനിയുടെ പേര് സഹിതം അത്തെ കാണും. അല്ല ശ്രീദേവി എടുത്ത് കിട്ടിയ ആ ഓഫർ ലെറ്റർ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അത്തെ ഞങ്ങൾ നോക്കിക്കോളാം. അത്ര കൃത്യമായിട്ട് സാലറിയും കാര്യങ്ങളും അതുപോലെ തന്നെ കമ്പനിയുടെ പേരെല്ലാം കാണും. ശ്രീദേവി ആകെപ്പാടെ പെട്ട് നിൽക്കുക. താൻ പിടിക്കപ്പെട്ടോ എന്നൊരു ചിന്ത മനസ്സിലുണ്ട്. ഇനി ഓഫർ ലെറ്റർ ഇല്ലാന്നെങ്ങാനും പറഞ്ഞാൽ അത് പിന്നെ അതിനേക്കാളും വലിയ പ്രശ്നവും. ഇവർക്കെല്ലാം നല്ല പഠിപ്പും വിദ്യാഭ്യാസവും ഉണ്ട്. കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യാം. താൻ ഇതിന്റെ ഇടയ്ക്ക് പെട്ടുപോയ തന്നെ എന്ന് ചിന്തിച്ചുകൊണ്ട് ശ്രീദേവി നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.